കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം കൊണ്ട് ഒരു ലൈംഗിക വേട്ടക്കാരനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഹൈക്കമാൻഡ് ലോ കമാൻഡ് എന്നൊന്നും പറഞ്ഞ് വ്യത്യാസപ്പെടുത്തി കാണുന്നൊന്നും വേണ്ട. ഹൈക്കമാൻഡ് എന്ത് ചെയ്തു എന്നാണ്? ഹൈക്കമാൻഡ് ഒന്നും ചെയ്തിട്ടില്ല. സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എക്സിലെങ്കിലും ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു വരി എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. രാഹുൽ ഗാന്ധി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP ആയിരുന്നു, ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള വയനാട്ടിൽ നിന്നുള്ള MP ആണ്. സോണിയാഗാന്ധി പ്രായാധിക്യമോ അല്ലെങ്കിൽ അവർ ഇപ്പോൾ സ്ഥിരമായി വന്ന് പ്രതികരണങ്ങൾ നടത്തുന്ന ഒരാളല്ല എന്നത് വെച്ച് മാറ്റി നിർത്തിയാലും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പറയാമല്ലോ, അവർക്കൊന്നും ഈ രാജ്യത്തെ സ്ത്രീകളുടെ മാനത്തിന് ഒരു വിലയുമില്ലേ, ഒരു പ്രതികരണവുമില്ല. അപ്പോൾ ഈ ക്രിമിനൽ കൂട്ടത്തെ കൈവിട്ടില്ലേ എന്ന ചോദ്യത്തിന് അവർ കൈവിടാത്തിടത്തോളം കാലം കൈവിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. എൻ്റെ വ്യക്തമായ ഉത്തരം ഇതാണ്. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനൊക്കെ കെ മുരളീധരൻ നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ബ്രഹ്മാസ്ത്രം അനക്കാൻ സമ്മതിക്കില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് പ്രയോഗിക്കുക? അപ്പോൾ പ്രയോഗിക്കാം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ട് തോന്നിയ ആഗ്രഹമാണ്. പക്ഷേ പ്രയോഗിക്കാനൊന്നും സമ്മതിക്കില്ല. കാരണം ഈ ഭസ്മാസുരൻ ആരെയൊക്കെ ഭസ്മമാക്കും, ഡോക്ടർ അരുണിനെ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ഭസ്മാസുരൻ ആരെയൊക്കെ ഭസ്മമാക്കും എന്നുള്ള പേടി ഉണ്ടാവുമല്ലോ. ആ പേടി ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ ഇതുപോലെയുള്ള ഉറച്ച അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഹൂ കെയേഴ്സ് ആണല്ലോ, അതിൽ നിന്നാണല്ലോ എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഹൂ കെയേഴ്സ് ഫോർ ദ പാർട്ടി എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നോബഡി കെയേഴ്സ് എന്നുള്ളതാണെങ്കിൽ നോബഡി കെയർ എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ജനവും അത് പറയും വി ഡോണ്ട് കെയർ എന്ന് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇല്ല, രാജ്യത്തോ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കൂടി ഇല്ലാതാകരുത് എന്നുണ്ടെങ്കിൽ പാർട്ടിയോട് ആർക്കെങ്കിലും ഏതെങ്കിലും ഹൈക്കമാൻഡിനോ ലോ കമാൻഡിനോ ആർക്കെങ്കിലും സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തെ പെട്ടെന്ന് കൈവിടണം, അല്ലെങ്കിൽ ഈ കൂട്ടം നിങ്ങളെയും കൊണ്ടേ പോകും.